കേരള തീരത്ത് കപ്പലപകടം നടന്ന കേസിൽ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ മറ്റൊരു കപ്പൽ കൂടി അറസ്റ്റ് ചെയ്യാൻ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. MSC മക്കോട്ടോ 2 എന്ന കപ്പൽ തടഞ്ഞുവെക്കാനാണ് ഉത്തരവ്. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ബോട്ടുടമകൾ നൽകിയ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ച് നടപടി. വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പം ചേരുന്നു. രേഷ്മ, ഈ വിഷയത്തിൽ നേരത്തെ തന്നെ ഹൈക്കോടതി കടുത്ത നിലപാടിലേക്ക് പോയതാണ്, നടപടികളിലേക്ക് പോയതാണ്. അന്ന് ഈ കമ്പനി അതനുസരിക്കാമെന്ന് വാക്ക് നൽകിയതുമാണ്. ഇപ്പോൾ എന്താണ്? കൃഷ്ണരാജ്, കേരള തീരത്തെ കപ്പലപകടവുമായി ബന്ധപ്പെട്ട് നിരന്തരം ബോട്ടുടമകൾ അടക്കം ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ MSCയുടെ തന്നെ പല കപ്പലുകളും അറസ്റ്റ് ചെയ്യണമെന്ന ഇടക്കാല ഉത്തരവ് ആവശ്യപ്പെടുന്നുണ്ട്. ഇന്നത്തെ സംഭവം എന്ന് വിചാരിച്ചാൽ ഈ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ബോട്ടുടമകൾ നൽകിയ ഹർജിയിലാണ് MSCയുടെ തന്നെ മറ്റൊരു കപ്പലായിട്ടുള്ള മക്കോട്ടോ 2 എന്ന കപ്പൽ തടഞ്ഞു വെക്കാനായിട്ട്, അതായത് അറസ്റ്റ് ചെയ്യാനായിട്ട് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ തന്നെയാണ് ഈ മക്കോട്ടോ 2 എന്ന് പറയുന്ന കപ്പൽ. ആ കപ്പൽ ഇപ്പോൾ നിലവിലുള്ളത് വിഴിഞ്ഞം തുറമുഖത്താണ്. അതുകൊണ്ട് തന്നെ നിലവിൽ വിഴിഞ്ഞം തുറമുഖ അധികൃതർക്കാണ് നിലവിൽ ഹൈക്കോടതി ഈ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. നേരത്തെ അക്കിറ്റോ അതോടൊപ്പം തന്നെ പലർമോ തുടങ്ങി 2 കപ്പലുകൾ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യാനായിട്ട് ഹൈക്കോടതി തന്നെ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ബോട്ടുടമകളുടെ ഒരു വാദം എന്ന് പറയുന്നത് ഈ MSC എൽസാപ്പിന് ഈ കപ്പലപകടത്തിന് ശേഷം മത്സ്യബന്ധനം നടത്താൻ സാധിക്കുന്നില്ല. പലപ്പോഴും മത്സ്യബന്ധനത്തിനായിട്ട് ബോട്ടുകൾ പോകുന്ന സമയത്ത് ബോട്ടുകൾക്ക് കേടുപാട് സംഭവിക്കുന്നു, അതോടൊപ്പം തന്നെ വലകൾ നശിക്കുന്നു. ഇത് വലിയ രീതിയിൽ നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നഷ്ടപരിഹാര തുക കെട്ടിവെക്കണമെന്നുള്ള ഒരു ആവശ്യം, അല്ലെങ്കിൽ നഷ്ടപരിഹാര തുക നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ബോട്ടുടമകൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ഒരു ഇടക്കാല ആശ്വാസം അല്ലെങ്കിൽ ഇടക്കാല ഉത്തരവ് എന്നുള്ള രീതിയിലാണ് MSCയുടെ തന്നെ മക്കോട്ടോ 2 എന്ന കപ്പൽ തടഞ്ഞു വെക്കാനായിട്ട് ഹൈക്കോടതി ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖ അധികൃതർ ഈ മക്കോട്ടോ 2 എന്ന കപ്പൽ തുറമുഖം വിടാനായിട്ട് അനുവദിക്കരുത് എന്നുള്ളതാണ് ഈ ഒരു നിർദ്ദേശം. കൃഷ്ണരാജ്, ശരി. കേരള തീരത്ത് കപ്പലപകടം നടന്ന കേസിൽ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ മറ്റൊരു കപ്പൽ കൂടി അറസ്റ്റ് ചെയ്യാൻ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.